ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേറ്റസ്റ്റ് ലൈൻ. പൊതുവേ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കില്ലേ? അതിൽ പ്രത്യേകിച്ചും ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന ഈ വെജിറ്റബിൾ, ഇതിൻ്റെ ഈ ഒരു വഴുവഴുപ്പ് കാരണം കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടമാവാൻ സാധ്യതയില്ല. എന്നാൽ ഇതൊക്കെ പോഷക ഗുണമുള്ളതിനാൽ കഴിക്കുകയും വേണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് മീൻകറിയുടെ ഒക്കെ ടേസ്റ്റിൽ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ നമുക്കൊരു വെണ്ടയ്ക്ക കറി റെഡിയാക്കിയാലോ? ആദ്യം നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കഴുകാനായിട്ട്. അതിനുശേഷം ഒരു 5 ടേബിൾ സ്പൂൺ, ഇവിടെ ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് മഞ്ഞൾപ്പില മാത്രം ഇട്ടിട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയിൽ നിന്ന് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുകയാണ്. ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഈ സമയത്ത് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ധാരാളം പോഷകങ്ങൾ നൽകുന്ന ന്യൂട്രിയൻ പവർ ഹൗസാണ് വെണ്ടയ്ക്ക. ദഹനത്തിന് സഹായകമായ ഫൈബർ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കെ, തയാമിൻ, വിറ്റാമിൻ B6, ഫോളേറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, മാംസ്യം, റൈബോഫ്ലോവിൻ, നിയാസിൻ, ഇരുമ്പ്, സിങ്ക്, ചെമ്പ് എന്നീ ഘടകങ്ങളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്ക ചില്ലറക്കാരനല്ല കേട്ടോ. പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്ന ലെക്റ്റിൻ ഒക്രോയിൻ പ്രോട്ടീൻ വെണ്ടയ്ക്കയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെണ്ടയ്ക്കയിലുള്ള വിറ്റാമിൻ സി, ഇ, സിങ്ക് എന്നിവ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനുകൾ റെറ്റിനയുടെ ഭാഗമായി കണ്ണിന് പിറകിലുള്ള മാക്യുലയിൽ സ്ഥിതി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും വെണ്ടയ്ക്ക സഹായിക്കുന്നു. വെള്ളത്തിലിട്ട് വെച്ച വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം നമുക്ക് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വറുത്ത തേങ്ങ ചൂടാറുന്നതിനനുസരിച്ചിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല തിൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. സമയം കൊണ്ട് ഒരു പകുതി തക്കാളിയും 3 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാനിലാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി സോക്ക് ചെയ്തതാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി പച്ചമുളകൊക്കെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കുറച്ചൊന്ന് വേവായി വരുമ്പോൾ തന്നെ നമുക്ക് അരച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വേവ് ഈ അരപ്പിൽ കിടന്നാണ് വേവേണ്ടത്. അപ്പോഴാണ് ഈ കറിയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള സമയമാണ്. അരപ്പ് ചേർത്ത് കൊടുക്കുക. ജാറിൽ ബാക്കി വരുന്നതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം കറിയിലേക്ക് വെള്ളം ആവശ്യമാണല്ലോ. ഇനി 5 മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും വെണ്ടയ്ക്ക മുഴുവനായിട്ടും വേവും. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് വറവിട്ടിട്ട് അതും കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്കും ഈ ഒരു കറി ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട.